ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ സ്കൂൾ പ്രവേശന ദിനമായിട്ട് ഞങ്ങൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഏറെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ മക്കൾക്ക് അവിടെ ഫുഡ് ഉണ്ട് സ്കൂളിൽ, അതുകൊണ്ട് ഫുഡ് ഒന്നും കൊണ്ടുപോകുന്നില്ല. കുടിക്കാൻ വെള്ളം മാത്രമാണ് കേട്ടോ എടുത്തത്. പിന്നെ മക്കൾക്കുള്ള ബുക്കും ബോക്സും ഒക്കെ റെഡിയാക്കി എടുത്തു വെക്കുകയാണേ. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് എപ്പോഴും ഒരു നല്ലൊരു സന്തോഷമാണല്ലോ പുതുതായിട്ട് സ്കൂളിൽ പോകുമ്പോൾ. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ കരച്ചിലായിരിക്കും, പക്ഷെ എൻ്റെ മക്കൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ ഇരുന്നത്. അവർക്ക് പുതിയ ബുക്കും ബോക്സും പെൻസിലും ഒക്കെ റെഡിയാക്കി എടുത്തു വെച്ചപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. സ്കൂളിൽ ഇപ്പോൾ റെഡി ആവുകയാണല്ലേ രണ്ടുപേരും? ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ്സാണ്. അങ്ങോട്ടിരിക്കുമോനെ, സിറ്റി ഇരിക്കുമോ? ഇനി പുതിയ കൂട്ടുകാര്, അടിപൊളി. ഓൺലി കൂട്ടുകാർ, നോ കൂട്ടുകാരി. ഓക്കെ, ദേഷ്യപ്പെടുന്ന ണ്ടല്ലോ. സംസാരിക്കും. ഉച്ച വരെ ഉള്ളൂ ക്ലാസ്, 12:30 വരെ അല്ലേ? പിന്നെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നേരത്തെ വരും അല്ലേ? അതുകൊണ്ട് അവര് ഫുഡ് കാപ്പി കുടിച്ചു. ഇനി കാപ്പി കൊണ്ടുപോകണ്ട, നാളെ തൊട്ട് കാപ്പി കൊണ്ടുപോകണം. ഓക്കെ, ഇനി പ്രാർത്ഥിക്കാം. ഞാൻ ഇന്ന് സ്കൂളിൽ കുട്ടികളെ വിടുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ വിടുന്നത്. അപ്പോൾ ദാസിജോ മോനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ണ് തുറന്ന് ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നത് കാണാൻ കേട്ടോ. പിന്നെ വേറെ ഒന്നുമല്ല, ഫസ്റ്റ് കുരിശൊക്കെ വരഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കണം. അപ്പോൾ അവൻ ഓടിയെത്തും ഫസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എല്ലാവരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം അവരെ സ്കൂളിൽ വിടേണ്ടത്. പിന്നെ അങ്ങനെ ഇനിയിപ്പം റിജു മോനാണെങ്കിൽ പുതിയ സ്കൂളിലാണ് കേട്ടോ. പഴയ സ്കൂൾ 4 വരെ ഉള്ളൂ. അപ്പോൾ ഇനി അവൻ പുതിയ സ്കൂളിലാണ് പോകുന്നത്. സിജോ മോൻ പക്ഷേ നേരത്തെ പഠിച്ച അതേ സ്കൂളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേരെ സ്കൂളിൽ പോകണം. അങ്ങനെ ഞങ്ങൾ ഇനി പ്രാർത്ഥിച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങും. ഇനി പ്രാർത്ഥിച്ച് കഴിയുന്നതും സിജോ മോൻ ഫസ്റ്റ് ഓടിയെത്തും കേട്ടോ. ഇതാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം സിജോ മോനെ ഞാൻ കുരിശൊക്കെ വരഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തു വിട്ട് അടുത്ത് റിജോ മോനും അതേപോലെ തന്നെ കേട്ടോ, കുരിശൊക്കെ വരഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തു വിടേ. പിന്നെ മക്കൾക്ക് അതൊരു സന്തോഷമാണ് കേട്ടോ. സിജോയ്ക്ക് പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്തൊക്കെ വിടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു ഇത് കേട്ടോ, ഒരു മത്സരം പോലെയാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പം റിജമോനും സിജമോനും അമ്മാമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുമ്പോഴാണ് കേട്ടോ. അപ്പൊ രണ്ടുപേരും പഠിച്ചത് ആരാവണം? നീ ശരി, ഇനി ഞങ്ങള് സ്കൂളിലേക്ക് പോവുകയാണ്.
മാമി ഇതാ അവിടെ ഫ്രിഡ്ജിന്റെ മുന്നിൽ പേഴ്സ് ഫോൺ എടുക്കി. നീ എല്ലാ ഫ്രണ്ട്സിന് ടാറ്റ കൊടുക്ക്. എല്ലാവരും സ്കൂളിൽ പോകണം അല്ലേ ഇന്നത്തെ ദിവസം. ആ അവരമ്മാമ്മയ്ക്ക് ടാറ്റ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ആരെ സ്കൂളിലാണ് പോകുന്നേ? റിജോമോന്റെ സ്കൂളിൽ. ഓക്കെ, രണ്ടാമത് സിജക്തീര. അങ്ങനെ ഇതാ ഞങ്ങൾ റിജോമോനെ പുതുതായിട്ട് ചേർത്ത സ്കൂളിലേക്ക് വന്നിട്ടുണ്ടേ. അപ്പോൾ ദാ ഇനി മോൻ 5ലാണ് കേട്ടോ, റിജോമോൻ. അപ്പോൾ ദാ സ്കൂളിലെത്തി. ഇനി റിജോമോനെ ഇവിടെ വിട്ടിട്ട് വേണം നമുക്ക് ഇനി സിജോമോനെ കൊണ്ട് നേരത്തെ അവർ പഠിച്ചിരുന്ന സ്കൂളിൽ പോകാൻ. അപ്പോൾ ഇവിടെ പ്രവേശനോത്സവം ആരംഭിക്കുന്നത് 9:30-ക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ റിജോമോനെ കൊണ്ട് പെട്ടെന്ന് ഇവിടെ വന്നേ. എന്നിട്ട് റിജോമോനെ ഇവിടെ വിട്ടിട്ടാണ് ഞങ്ങൾ അടുത്ത് സിജോമോനെയും കൊണ്ട് സിജോമോന്റെ സ്കൂളിൽ പോകുന്നത്. റിജോമോന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സും പിന്നെ എനിക്ക് പരിചയമുള്ള മോന്റെ ഫ്രണ്ടിന്റെ അമ്മയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് സിജോമോനെയും കൊണ്ട് സ്കൂളിൽ പോയത് കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിൽ പോവേണ്ടി വന്നു. 2 മക്കളും വേറെ വേറെ സ്കൂളിലായിരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിജോമോനെയും വിട്ടിട്ട് കുറച്ച് നേരം എന്നിട്ട് വീണ്ടും ഞങ്ങൾ റിജോമോൻ്റെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ പുതിയ കുട്ടികൾക്ക് ഇവിടെ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവർ അകത്തോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു കേട്ടോ ടീച്ചേഴ്സ്. അപ്പോൾ സിജോമോൻ എന്തായാലും ഈ സ്കൂളിലല്ല, പക്ഷേ എങ്കിലും അവനും കുറി തൊട്ടില്ലെങ്കിൽ പിന്നെ അവനും ഒരു വിഷമാവില്ലേ, അതുകൊണ്ട് പിന്നെ അവനും കുറി തൊട്ടാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ക്ലാസ് അവിടെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നതായി സ്റ്റേജിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ റിജോമോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചു കേട്ടോ, ടീച്ചേഴ്സിൻ്റെ അടുത്തും പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് സിജോമോൻ്റെ സ്കൂളിലോട്ട് പോയി കേട്ടോ. ഇത് മോൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ അവർ ഒരുമിച്ച് ചിരിച്ച് ഒരിടത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി അവിടെ ഉദ്ഘാടനത്തിൻ്റെയൊക്കെ ചടങ്ങുകൾ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് ഞങ്ങൾ അടുത്ത് തിരിച്ച് സിജോമോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ സിജോമോന് അവിടെ സ്കൂളിൽ 10 മണിക്കാണ് കേട്ടോ പ്രവേശനോത്സവം. ഭാവുകങ്ങൾ നേരുന്നു. ഒപ്പം നിങ്ങളെല്ലാവരും നല്ല മനസ്സുള്ള കുട്ടികളായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഗുരുകുല സമ്പ്രദായത്തോടെയാണ് ആരംഭിച്ചത്. അങ്ങനെ സിജോമോൻ്റെ സ്കൂളിൽ വന്നു കേട്ടോ. അവർ നേരത്തെ പഠിച്ചിരുന്ന അതേ സ്കൂളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു ടീച്ചേഴ്സ് പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് അലങ്കരിച്ച് വിടും കേട്ടോ. ഇതേപോലെ കിരീടമൊക്കെ വെച്ച് ഒരുക്കി വിടുമേ. പിന്നെ LKGയും UKGയും അവിടെ പ്രൈവറ്റാണ് കേട്ടോ. ഇനി 1ാം ക്ലാസ് മുതൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിലും പ്രൈവറ്റ് പോലെ തന്നെയാണ് കേട്ടോ, ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ്. അപ്പോൾ അപ്പം മോനും അതുപോലെ 1ാം ക്ലാസ്സിൽ പുതിയതല്ലേ, അതുകൊണ്ട് അവനെ ഒരുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങളുടെ
സിജോമോന് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇനിതാ ഈ സ്കൂളിലെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇതാ കുട്ടികളെ കൊണ്ടിനി ഒരുക്കി അവർ താഴോട്ട് കൊണ്ടുവരും. പിന്നെ ഇതാ സ്കൂളിൽ നല്ല കാർട്ടൂൻ്റെ ചിത്രങ്ങളൊക്കെ ചുമരിൽ വരച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നേ, കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ എല്ലാ കുട്ടികളെയും റെഡിയാക്കിയിട്ട് പിന്നെ മാതാപിതാക്കൾ ഇവിടെ കുറച്ച് ചെയറൊക്കെ ഇട്ടിരുന്നു, അവിടെ കൊണ്ട് ഇരുത്തിയിരുന്നു കേട്ടോ. ഇനിതാ സിജോമോനെ ഞാൻ ഇതാ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. കിരീടമൊക്കെ വെച്ച് പിന്നെ അവർക്ക് കസേര ഇട്ടിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇരിക്കാൻ. ഇത് ഞങ്ങളുടെ മുത്തുമണികളാണ് കേട്ടോ. പിന്നെതാ ഇനിതാ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പുതുതായിട്ട് വന്ന കുട്ടികളെ ഇതാ റെഡിയാക്കി അവർ സ്കൂൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും കേട്ടോ. നമ്മുടെ ഉദ്ഘാടന ചടങ്ങിനായിട്ട് എത്തുന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് രക്ഷിതാക്കളും ടീച്ചേഴ്സും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ കുട്ടികളെ എല്ലാവരെയും റെഡിയാക്കി ഇതാ വരിയായിട്ട് നിർത്തിയിട്ടുണ്ട്. സിജോമോൻ ഞങ്ങളെ കണ്ടപ്പോൾ ഒരു കള്ളച്ചിരി കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളെയും നല്ല സൂപ്പറായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് കുട്ടികൾ സന്തോഷത്തോടെയും കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഈ KG LKG കുട്ടികളൊക്കെ അമ്മമാരെ വിട്ട് പിരിയാതെ ഇങ്ങനെ കയ്യിലിരിക്കും കേട്ടോ, കരഞ്ഞ്. പിന്നെ അതാ അപ്പോൾ ഉദ്ഘാടനത്തിന് എത്തിയ അതിഥികളതാ സ്വീകരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്താ കുട്ടികൾക്ക് ഓരോ പൂവീതം കയ്യിൽ കൊടുത്ത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളാണ് കേട്ടോ ഈ കാണുന്നത്.
സ്കൂൾ പ്രവേശത്തോടനുബന്ധിച്ച് സ്റ്റേജൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നല്ല അടിപൊളി ഡാൻസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണണം കേട്ടോ. ഈ കുട്ടികളുടെ നൃത്തത്തിൻ്റെ വീഡിയോയും പിന്നെ അവിടുത്തെ ഉദ്ഘാടനത്തിനെത്തിയ അതിഥികളുടെ പ്രസംഗമുള്ള വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക. ഓക്കെ. അപ്പോൾ ഇതാ ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും ലഡു നൽകി കേട്ടോ. അപ്പം ഞങ്ങളും കഴിക്കുകയാണ് കേട്ടോ ഗൈസ് ലഡു. നമുക്കറിയാം, നമ്മുടെ സ്കൂൾ പഠന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ക്ലാസ് അധ്യാപിക ഓരോ പാഠങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരുമ്പോൾ നിങ്ങൾ വിജയുടെ ക്ലാസ്സിലോട്ട് പോയിക്കാൻ ഇത് എന്നാ ക്ലാസ്സിലാണ്? അപ്പോൾ ഇതാണ് കേട്ടോ സിജോമോൻ്റെ ക്ലാസ് റൂമും പിന്നെ ടീച്ചറും ഇതാണ് കേട്ടോ. അപ്പോൾ അതാ പുതിയ ക്ലാസ്സിൽ ഇതാ സിജുക്കുട്ടൻ എത്തിയിട്ടുണ്ടേ. രണ്ട് മക്കൾക്കും ഉച്ചയ്ക്ക് 12:30 വരെയാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം സിജോമോനെ ക്ലാസ്സിൽ ഇവിടെ ഇരുത്തിയിട്ട് പിന്നെ ഒരുമിച്ച് റിജോമോനെ വിളിക്കാൻ വേണ്ടിയിട്ട് റിജോമോൻ്റെ സ്കൂളിലോട്ട് പോയി കേട്ടോ. നമ്മുടെ സ്കൂളിൽ LP ഇല്ലാത്തത് കാരണം 5ാം സ്റ്റാൻഡേർഡാണ് എടുത്തിരിക്കുന്നത്. 2 വർഷത്തെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും റിജോമോൻ്റെ സ്കൂളിലോട്ട് വന്നു കേട്ടോ, റിജോമോനെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രക്ഷകർത്താക്കളുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുട്ടികളെ ക്ലാസ് തിരിച്ച് മാറ്റിയിരുത്തി കേട്ടോ. അപ്പോൾ ഇത് റിജോമോൻ്റെ ക്ലാസ്സിലോട്ട് പോവുകയാണേ. റിജയുടെ പുതിയ ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ റിജോമോൻ്റെ പുതിയ ക്ലാസ്, പുതിയ കൂട്ടുകാരും പുതിയ ടീച്ചറും ഒക്കെ. അപ്പോൾ മോന് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതാണ് മോൻ്റെ പുതിയ സ്കൂളിലെ ചുറ്റുവട്ട കാഴ്ചകൾ. തൊട്ടടുത്ത് ഒരു ചർച്ചുണ്ട്. ചർച്ചിൻ്റെ കീഴിൽ നടത്തുന്ന സ്കൂളാണ് കേട്ടോ ഇത്. എന്തായാലും ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പുതിയ സ്കൂളായതുകൊണ്ട് മോൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ കൂട്ടുകാരുടെ അടുത്തും ടീച്ചറിൻ്റെ അടുത്തും ഞങ്ങൾ പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രണ്ട്സ്.